നമസ്കാരം. വിധവ പെൻഷൻ മുടങ്ങിയതിനെ ചോദ്യം ചെയ്ത് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. മറിയക്കുട്ടിക്ക് പലരും പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇതോടെ പരാതിക്കാരിയെ ഇകഴ്ത്തിക്കാട്ടരുത് എന്ന് കോടതി ശക്തമായ ഭാഷയിൽ പറഞ്ഞു. കോടതിയെ പ്രകോപിപ്പിക്കരുത്. ഇത്തരം കേസിൽ പരാതിക്കാരിയെ ഇകഴ്ത്തിക്കാട്ടുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സർക്കാർ അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് വരുന്നത് അംഗീകരിക്കാനാകില്ല. അങ്ങനെയൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ കോടതിയിൽ വിശദീകരണം നൽകണം. വാദത്തിനിടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഉരുക്കുമുഷ്ടിയുടെ ഇരയാണ് മറിയക്കുട്ടിയെ പോലുള്ളവരെ എന്ന് സിംഗിൾ ബെഞ്ച് വിമർശിച്ചു. ഇവരെ പോലുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നും കോടതി ചോദിച്ചു. മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ വാദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നും കോടതി ചോദിച്ചു. 4500 രൂപ പരാതിക്കാരിക്ക് നൽകാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഈ ക്രിസ്മസ് കാലത്ത് അങ്ങേയറ്റം സങ്കടകരമാണ്. മറ്റു പലർക്കും മറിയക്കുട്ടിയെ സഹായിക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അത് ഉചിതമല്ല, അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അർഹതപ്പെട്ട അവകാശത്തെക്കുറിച്ചാണ് മറിയക്കുട്ടി കോടതിയിൽ ചോദിക്കുന്നത്. അത് ലഭിക്കുകയാണ് വേണ്ടത്. മറിച്ച് മറ്റാരുടെയെങ്കിലും സഹായം നൽകുക എന്നത് ശരിയായ രീതിയല്ല എന്നും കോടതി പറഞ്ഞു. പെൻഷൻ നൽകാൻ ആവശ്യത്തിന് പണമില്ല എന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത്. വിധവ പെൻഷനായി നൽകുന്ന 1600 രൂപയിൽ 300 രൂപ കേന്ദ്രവിഹിതമാണെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അല്ല എങ്കിൽ 3 മാസത്തെ ചിലവ് നൽകാൻ സർക്കാർ സന്നദ്ധത കാണിക്കണം. പണം കൊടുക്കാൻ വയ്യ എങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചിലവ് കൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പെൻഷൻ നൽകിയേ തീരുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് മാത്രം പറയരുത്. ഏതെങ്കിലും ഒരു ആഘോഷം സർക്കാർ വേണ്ടെന്ന് വയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയുണ്ടായി. മറിയക്കുട്ടി VIP ആണ് എന്നും പെൻഷൻ നൽകാനായില്ല എങ്കിൽ 3 മാസത്തെ ചിലവ് ഏറ്റെടുക്കണമെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശം നടത്തി. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ മൺചട്ടിയുമായി ഇറങ്ങി ശ്രദ്ധ നേടിയ 87കാരി ഇടുക്കി 200 ഏക്കർ സ്വദേശിനി മറിയക്കുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും സർക്കാരിന് തലവേദനയാകുകയാണ്. 5 മാസമായി വിധവ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. മരുന്നുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി ബുദ്ധിമുട്ടുകയാണ് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ജൂലൈയിലെ പെൻഷനാണ് ഇതുവരെ ലഭിച്ചത്. മാസാമാസം ലഭിക്കുന്ന 1600 രൂപയിൽ മരുന്നുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങിയിരുന്നത്. പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. 3 മക്കളാണുള്ളത്. അവർ പല സ്ഥലങ്ങളിലായി താമസമാണ്. പെൻഷൻ തുകയിൽ നിന്നാണ് തന്റെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾ നടന്നുപോയിക്കൊണ്ടിരുന്നത്. പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ഇടപെടൽ വേണം. മറിയക്കുട്ടിയുടെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഇതൊക്കെയാണ്.